മത്സ്യവിഭവങ്ങൾ കഴിച്ചതിന് പിന്നാലെ കൊല്ലം സ്വദേശികളായ 2 പേർ മരിച്ചതിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അന്വേഷണം. നിലമേൽ പ്ലാച്ചിയോട് കുന്നിൽ വീട്ടിൽ റഷീദ ബീവി, മരുമകൻ ഷാജി എന്നിവരാണ് മരിച്ചത്. വിഴിഞ്ഞത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് പിന്നാലെയാണ് ഇവർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. മരണം ഭക്ഷ്യവിഷബാധ മൂലമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. അവരവിടെ പോയി ആഹാരം കഴിക്കുന്നതാ, പിന്നെ കൊഞ്ചും ഏതാ മീൻ മുട്ട എന്നാണ്ട് പറയുന്ന ആഹാരമാണ് കഴിച്ചതെന്ന്. അങ്ങനെ ഇവര് ആഹാരം കഴിച്ചിട്ട് വരുന്ന വഴിക്ക് എന്റെ ഉമ്മാക്കാണ് ആദ്യം ഒരു ശരീരം തളർച്ച പോലെ തോന്നിയെന്ന്. കുറെ കഴിയുമ്പോ 3 മണി കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ഉമ്മാക്ക് സുഖമില്ലാന്ന് പറഞ്ഞു. സജിയുടെ മോൻ പറഞ്ഞു ഉമ്മ മരിച്ചെന്ന്. അവിടെ നിറയെ പാരിപ്പള്ളിയിലൊന്നും പറയുന്നു സജിയുടെ ഭർത്താവും മരിച്ചത്. സജി ICUലാണ്, BCGയും പിന്നെ ഇതൊക്കെ ഏതാ ട്രിപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ അവളെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അത് തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം. അവർക്ക് കൊച്ചുങ്ങൾക്ക് കുഴപ്പമില്ല. ഒരാൾ 15 വയസ്സുണ്ട്, ഒരാൾക്ക് 10 വയസ്സുണ്ട്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. AV ജയശങ്കറിലേക്കാണ് ആദ്യം പോകുന്നത്. ജയശങ്കർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വല്ലാത്ത ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയായിരുന്നു ഇത്. മീൻ വിഭവങ്ങൾ കഴിച്ചതിന് പിന്നാലെ 2 പേർക്ക് നമ്മുടെ നാട്ടിൽ ജീവൻ നഷ്ടമായിരിക്കുന്നു. ഒരുപക്ഷെ ഒരുപാട് ആളുകൾ എത്തുന്ന ഒരുപാട് ആളുകൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് സ്പോട്ടിൽ നിന്നാകാം ഒരുപക്ഷെ അവര് ഈ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുക. ശരിക്കും എന്താണ് സംഭവിച്ചത്? ഇവര് ഭക്ഷണം കഴിച്ചതിന് ഉടനെ തന്നെ ഇവർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയായിരുന്നു. ഈ സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ജയശങ്കർ. അതായത് കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30യോടുകൂടിയാണ് 6-അംഗ സംഘം തിരുവനന്തപുരത്തേക്ക് ഉല്ലാസത്തിന് വേണ്ടി പോകുന്നത്. 5 കുടുംബാംഗങ്ങളും ഒരു ഡ്രൈവറും അടങ്ങുന്ന സംഘമാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. ഇങ്ങനെ തിരുവനന്തപുരം നഗരത്തിലെത്തി ഇവർ പലയിടങ്ങളിൽ പോയി ഒടുവിലാണ് രാത്രിയോടുകൂടി ഈ വിഴിഞ്ഞത്തെ ഈ സ്വകാര്യ റെസ്റ്റോറൻറ്റിൽ എത്തുന്നത്. അവിടെ വെച്ചാണ് മീൻ വിഭവങ്ങൾ കഴിക്കുന്നത്. അതിനുശേഷം ഇവർ തിരികെ തിരുവനന്തപുരത്ത് നിന്ന് തിരികെ കൊല്ലത്തേക്ക് യാത്ര ചെയ്യുന്നു. നിലമേലിൽ ഇവരുടെ നാട്ടിലെത്തിയ ഘട്ടത്തിൽ ഈ റഷീദ ബീവിക്കും ഒപ്പം തന്നെ ഷാജിക്കും ചെറിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഉടൻ തന്നെ ഈ നിലമേലിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇവരെ കൊണ്ടുപോകുന്നു. ആ ഘട്ടത്തിൽ ബോധക്ഷയം ഉൾപ്പെടെ ഉണ്ടാകുന്നു. പിന്നീട് ഛർദി ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നു. അങ്ങനെ കാര്യം ഗുരുതരമാണെന്നും വിദഗ്ധ ചികിത്സ വേണമെന്നുമുള്ള ആശുപത്രിയിൽ ആ സമയത്തുണ്ടായിരുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇരുവരെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ്. ഈ റഷീദ ബീബി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു. ഈ ഷാജിയെ ഈ മെഡിക്കൽ കോളേജിൽ പരിശോധിക്കുന്നതിനിടയിൽ ECGയിൽ വേരിയേഷൻ കണ്ടതോടുകൂടി ഡോക്ടർമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകുന്ന വഴി ആണ് ഈ ഷാജി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെ ഇവരുടെ ഈ ഷാജിയുടെ ഭാര്യ സജിമോൾ നിലവിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ആദ്യം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കും ഇവരുടെ ചികിത്സ എന്തായാലും മാറ്റിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷണത്തിലൂടെ മാത്രം കണ്ടെത്തേണ്ട ഒന്നാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം മീൻ വിഭവങ്ങൾ കഴിച്ച് മടങ്ങുന്നതിനിടെയാണ് ഈ 2 പേർക്ക് പ്രശ്നമുണ്ടാകുന്നത്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 3 പേർക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല. അതിൽ 2 പേർ ഇവരുടെ തന്നെ കുട്ടികളാണ്. ആ കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ഇന്ന് രാവിലെ നമ്മൾ അവരെ കണ്ട് സംസാരിച്ചിരുന്നു. ഈ മരണപ്പെട്ട 2 പേർ മീൻമുട്ട ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ കഴിച്ചു എന്നാണ് ഈ നാട്ടുകാരും ഈ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അതാകാം ഒരുപക്ഷെ പ്രശ്നത്തിനുള്ള കാരണമെന്ന് ഇവർ ആരോപിക്കുന്നു. കുട്ടികൾക്ക് മറ്റ് പ്രശ്നങ്ങളില്ല. ഒപ്പം പോയ ഡ്രൈവർക്കും സുഹൃത്തും ഡ്രൈവറും ഒക്കെ ആയ ആൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസ് സ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഈ ബന്ധുക്കളുടെ ഭക്ഷ്യവിഷബാധ എന്ന ആരോപണം പോലീസ് വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മരണപ്പെട്ട ആളുകളുടെ രാസപരിശോധനാ ഫലവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ വന്നതിന് ശേഷം മേൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ചടയമംഗലം പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും നിലവിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ ദുരൂഹതകൾ ഈ സംഭവത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഏതെങ്കിലും അലർജി മൂലമാണോ അതോ ഇനി ഭക്ഷ്യവിഷബാധയാണോ, എന്താണ് മരണകാരണം സംബന്ധിച്ച് അതിന് ഇനി ശാസ്ത്രീയ പരിശോധനാ ഫലവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ വരേണ്ട സാഹചര്യമാണ്. നിലവിൽ എന്തായാലും ഔദ്യോഗികമായി ഭക്ഷ്യവിഷബാധ മൂലമാണ് മരണമെന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. എന്തായാലും കുടുംബത്തെ സംബന്ധിച്ച് വലിയ ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഭക്ഷ്യവിഷബാധ തന്നെയാണോ എന്ന് ശാസ്ത്രീയമായി പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നിലവിൽ അലർജിയുടെ ഒരു സാധ്യത, ആ ഒരു സാഹചര്യം കൂടി ഡോക്ടേഴ്സ് മുൻകൂട്ടി പറയുന്നുണ്ട്. എന്തായാലും പരിശോധനാ ഫലങ്ങൾ വരണം.